അവന്തിക നടന്നു ചെന്നതും റിഹേഴ്സൽ റൂമിന്റെ വാതിലിൽ ഒരു പെണ്ണുമായി സംസാരിക്കുന്ന അഭിയാണ് അവൾ കാണുന്നത്. ആ പെൺകുട്ടി ആരാണെന്ന ഭാവത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൾ അവിടെ. പിറകെ വന്ന രേഷ്മ കാണുന്നത് അഭിയുമായി സംസാരിച്ചു നിൽക്കുന്ന വാണിയെയാണ്. ഈശ്വര, ഇതിനെയാണോ തേടിയ വള്ളി കാലു ചുറ്റിയെന്ന് പറയുന്നത്? അവളെ ഇളക്കി വിട്ടുവെങ്കിലും വാണി ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. അപ്പോഴാണ് രേഷ്മ അവന്തികയെ ശ്രദ്ധിക്കുന്നത്. അവൾ അവിടെ അനങ്ങാതെ നിൽക്കുവാണ്. രേഷ്മ അവളുടെ അടുത്തേക്കായി ചെന്നു നിന്നു. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അഭിയേട്ടൻ വാണിയുടെ അടുത്താകുമെന്ന്. ദാ ഇപ്പൊ കണ്ടില്ലേ? രേഷ്മ പറഞ്ഞപ്പോഴാണ് അത് വാണിയാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവളിൽ അരിശം പൂണ്ടിരുന്നു. എന്തോ വാണി അഭിയുമായി സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടാത്തതുപോലെ. സംസാരത്തിനിടയിൽ വാണിയുടെ കൈ അഭിയുടെ തോളിൽ അമർന്നതും അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. ചുണ്ടും കടിച്ചു പിടിച്ച് എന്തൊക്കെയോ പുലമ്പുന്ന അവന്തികയിലായിരുന്നു രേഷ്മയുടെ ശ്രദ്ധ. അവൾ അവന്തികയുടെ മുഖത്ത് മിന്യമായുന്ന ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു. കുശുമ്പൊക്കെ വന്നു തുടങ്ങിയല്ലോ മോളെ. അവൾ മെല്ലെ പിറുപിറുത്തുകൊണ്ട് അവന്തികയെ തട്ടി വിളിച്ചു. നീ എന്തേ ആലോചിക്കുന്നേ? ഒരു കുസൃതിയോടെ അവൾ ചോദിച്ചു. ഞാൻ എന്താലോചിക്കാനാ? ഒന്നുമില്ല. തന്റെ പരിഭവം മറച്ചുകൊണ്ട് അവന്തിക മുന്നോട്ട് നടന്നു. അഭിക്ക് തൊട്ടുപിറകിലായി ക്ലാസ്സിലിന്റെ വാതിലിനടുത്ത് മനുവും വൈശാഖും നിൽപ്പുണ്ടായിരുന്നു. അവന്തിക അഭിയുടെ അടുത്തു വന്ന് നിന്നു, ഒപ്പം രേഷ്മയും. പക്ഷേ വാണിയുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ അവന്തിക തന്റെ അടുത്തു വന്ന് നിന്നത് അഭി അറിഞ്ഞില്ല. താൻ ഇത്ര അടുത്തു നിന്നിട്ടും തിരിഞ്ഞു നോക്കാതെ വാണിയോട് സംസാരിക്കുന്ന അഭിയോട് അവൾക്ക് ദേഷ്യം തോന്നി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവൾ അവന്റെ മുന്നിൽ ചെന്ന് നിന്നു. എന്താ ഇന്ന് വരാഞ്ഞേ? റിഹേഴ്സൽ ഇല്ലായിരുന്നോ? തന്നെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു നിൽക്കുന്ന അവന്തികയാണ് അഭി കണ്ടത്. റിഹേഴ്സലൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരാനിരുന്നപ്പോഴാ ഇവളെ കണ്ടത്. അഭി അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ തന്റെ അരികിൽ നിൽക്കുന്ന രേഷ്മയെ ഒന്ന് നോക്കി. താൻ പറഞ്ഞത് തന്നെയായിരുന്നു ശരിയെന്ന മട്ടിൽ കയ്യും കെട്ടി നിൽക്കുമായിരുന്നു അവൾ അവിടെ. ആ, എന്തായാലും താൻ വന്നില്ലേ? ചെല്ല്, അവരൊക്കെ അകത്തുണ്ട്. ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അഭി വാണിയോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അത് അവന്തികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല, അഭിയേട്ടൻ വരുന്നില്ലേ? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ ഇടയ്ക്ക് ജോയിൻ ചെയ്യാം. മറ്റൊന്നും പറയാതെ അവൻ വാണിയോട് സംസാരിക്കാൻ തുടങ്ങി. അവൾക്കതത്ര രസിച്ചില്ല. അവൾ വാണിയെ തുറച്ചു നോക്കിക്കൊണ്ട് ഉറഞ്ഞു തുള്ളി ക്ലാസ്സിലേക്ക് പോയി. അത് കണ്ടുകൊണ്ട് മനു രേഷ്മയുടെ കയ്യിലടിച്ചു, ഒപ്പം വൈശാഖും. സംശയിക്കണ്ട, ഇതൊക്കെ ഇവരുടെ ഐഡിയ ആയിരുന്നു. രേഷ്മയോട് വാണിയെക്കുറിച്ച് പറയാൻ പറഞ്ഞത് അവരായിരുന്നു. എന്നാൽ അഭി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ക്ലാസ്സിലേക്ക് പോയ അവന്തിക മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്തു. പിയാനോ വായിക്കുമ്പോഴും അവളുടെ ശ്രദ്ധ വെളിയിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന അഭിയിലും വാണിയിലുമായിരുന്നു. എന്തു പറ്റി അവന്തിക? നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ വായിക്കുന്നത് മുഴുവൻ തെറ്റിച്ചാണല്ലോ. ആതിരയുടെ ചോദ്യമാണ് അവളെ ഉണർത്തിയത്. അവരെ നോക്കുന്നതിനിടയിൽ അവളുടെ കൈവിരലുകൾ സ്ഥാനം തെറ്റിക്കൊണ്ടിരിക്കുന്നത് അവൾ അറിഞ്ഞിരുന്നില്ല. ഏയ്, ഒന്നുമില്ല ചേച്ചി. അയാളെക്കുറിച്ച് ഓർത്തിട്ടാണോ? അതിനിന്ന് അയാൾ വന്നില്ലല്ലോ. പിന്നെന്താ? ആതിര അവളോട് അടുത്ത് ചെന്ന് വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് ചോദിച്ചു. മറുത്തൊന്നും പറയാതെ അവൾ ആതിരയെ നോക്കി ചിരിച്ചു. വന്നാലും നിന്നെ ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ, നീ അതൊക്കെ വിട്. എന്നിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്. വിദ്യ അവളുടെ എതിരെ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ആ, കോൺസെൻട്രേഷൻ മറ്റു പലതിലുമാണല്ലോ. അവന്തികയെ കളിയാക്കിക്കൊണ്ട് രേഷ്മ വിദ്യയുടെ അടുത്ത് വന്ന് നിന്നു. അവളെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാവാതെ വിദ്യയും ആതിരയും അവളെ നോക്കി നിന്നു. അവന്തിക രേഷ്മയെ തുറിച്ചു നോക്കിയിരുന്നു. അത് മനസ്സിലായ അവൾ ഒന്നിളിച്ച് കാണിച്ചു. ഇതിപ്പോ കുറെ നേരമായല്ലോ അവൻ അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ആ കൊച്ചിനോട് എന്താ ഇത്രമാത്രം സംസാരിക്കാനുള്ളത്? അവന്തിക കേൾക്കത്തക്കവണ്ണം ആതിരയോട് മനു ചോദിച്ചു. കൂട്ടത്തിൽ ആതിരയെ കണ്ണിറുക്കി കാണിക്കുകയും ചെയ്തിരുന്നു അവൻ. അവൾക്കതൊന്നും മനസ്സിലായില്ല. അവൾ സംശയത്തോടെ അവനെ നോക്കി. പുറത്ത് സംസാരിച്ചു നിൽക്കുന്ന അഭിയെ നോക്കി ചുണ്ട് കൂർപ്പിച്ചു നിൽക്കുന്ന അവന്തികയെ നോക്കാൻ അവൻ കണ്ണുകൾ കൊണ്ട് ആതിരയോട് പറഞ്ഞു. അത് വിദ്യയും ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴാണ് അവരത് കണ്ടത്. അവന്തികയുടെ ഭാവവ്യത്യാസം അവർക്ക് മനസ്സിലായിരുന്നു. അതുകണ്ട് അവർ പരസ്പരം നോക്കി ചിരിച്ചു. എന്തായാലും അവൻ്റെ നല്ല ബെസ്റ്റ് ടൈമാ. ഓരോ പെണ്ണുങ്ങളും ഇങ്ങോട്ട് വന്നല്ലേ സംസാരിക്കുന്നത്. പക്ഷേ ഇവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടല്ലേ. നോക്കിക്കേ, അവൻ എത്ര ഹാപ്പിയായിട്ടാണ് നിൽക്കുന്നതെന്ന്.
വൈശാഖിന്റെ വാക്കുകൾ അവന്തികയെ സംശയത്തിലാഴ്ത്തി. അവൾ അഭിയെ ഒന്ന് നോക്കി. ശരിയാണ്, അവൻ വളരെ സന്തോഷത്തോടെ ചിരിച്ചാണ് അവളോട് സംസാരിക്കുന്നത്. അവന്തികയുടെ മനസ്സ് വിതുമ്പാൻ തുടങ്ങി. അത് അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. എന്തായാലും അവൻ ഹാപ്പി ആയല്ലോ, അത് മതി. ശരിക്കും ഇതിന്റെ ക്രെഡിറ്റ് അവന്തികയ്ക്കാ കേട്ടോ. അവൾ ഒരു ഞെട്ടലോടെ മനുവിനെ നോക്കി. താൻ അവനോടങ്ങാണം യെസ് പറഞ്ഞിരുന്നെങ്കിൽ വാണി അവന്റെ ജീവിതത്തിൽ വരുമായിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. അത് ശരിയാ, അല്ലെങ്കിലും ചേരേണ്ടവരെ ചേരൂ, നമ്മളെപ്പോലെ അല്ലേ രേഷ്മേ? വൈശാഖ് ചെറിയ നാണത്തോടെ രേഷ്മയെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. നമ്മളെപ്പോലെയോ? മനസ്സിലായില്ല. കൈകൾ രണ്ടും ഏണിൽ വെച്ചുകൊണ്ട് രേഷ്മ വൈശാഖിനെ തറപ്പിച്ചു നോക്കി. വിട്ടേരെ മോളെ, ഇവൻ ഇതെല്ലാവരോടും കാച്ചുന്ന ഡയലോഗാ. ആരെങ്കിലും അതിൽ കൊളുത്തുവെന്ന് കരുതിയിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. നീ അതൊന്നും കാര്യമാക്കണ്ട. വൈശാഖിനെ കളിയാക്കിക്കൊണ്ട് വിദ്യ രേഷ്മയോട് പറഞ്ഞു. അവൻ വിദ്യയെ തുറച്ചു നോക്കി പല്ല് കടിച്ചു. ഇപ്പോൾ സമാധാനമായോ നിനക്ക്? ഇനി ആ പല്ലും കൂടി അടിച്ചവളെ താഴെ ഇടുന്നതിന് മുന്നേ നീ ഒന്ന് അടങ്ങ്. മനു വൈശാഖിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതും കൂടി ആയപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. വൈശാഖ് മനുവിനെ ദേഷ്യത്തോടെ നോക്കി നിന്നു. എന്നാൽ അവന്തികയുടെ ശ്രദ്ധ ഇപ്പോഴും അഭിയിലും വാണിയിലുമാണ്. ആതിര അത് കണ്ടിരുന്നു. അവൾ അത് മനുവിനെ വിളിച്ച് കാണിക്കുകയും ചെയ്തിരുന്നു. ആ മതി മതി അവന്തിക, നമുക്ക് തുടങ്ങാം. ആതിരയുടെ ചോദ്യമാണ് അവന്തികയുടെ കണ്ണ് അവരിൽ നിന്നും മാറ്റിയത്. ഒരു മൂളലോടെ അവൾ തന്റെ പിയാനോയിൽ വായിക്കാൻ തുടങ്ങി. മനുവും വൈശാഖും വിദ്യയും രേഷ്മയും കുറച്ചു മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. അല്പം സമയം കഴിഞ്ഞപ്പോൾ വാണിയെ പറഞ്ഞയച്ചതിനു ശേഷം അഭി അവരുടെ അരികിലെത്തി. അവൻ അവന്തികയുടെ അടുത്ത് വന്നു നിന്നു. അവന്തിക, അയാളിന്ന് വന്നില്ല അല്ലേ? ഇത്ര നേരമായിട്ടും അവൻ ഇപ്പോഴാണ് തന്നോട് വന്ന് മിണ്ടുന്നത് എന്ന പരിഭവത്തോടെ ഒരു മൂളലിൽ അവൾ ഉത്തരമൊതുക്കി. ആ, അത് നന്നായി. അല്ല, റിഹേഴ്സൽ തീരാറായോ? ഞാൻ കുറച്ച് ലേറ്റായി അല്ലേ? ആയി. ചുമ്മാ വല്ലവരോടും സംസാരിച്ചിരിക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ഒരു പുച്ഛത്തോടെ, അതിലുപരി ദേഷ്യത്തോടെ അവൾ അഭിയോട് പറഞ്ഞു. ഓ അവന്തിക, അത് വാണി എൻ്റെ. അവൻ ബാക്കി പറയുന്നതിന് മുൻപ് ആതിര അവൻ അരികിൽ വന്നു. ഡാ, നീ ഇപ്പം തന്നെ ലേറ്റായി. ഒരു 10 മിനിറ്റെങ്കിലും ആ വയലിൻ എടുത്തൊന്ന് വായിക്ക് വാ. ആതിര അവൻ്റെ കയ്യിൽ വയലിൻ എടുത്തു കൊടുത്തു. അവർ റിഹേഴ്സലും തുടങ്ങി. കുറച്ചു നേരത്തെ റിഹേഴ്സലിന് ശേഷം അവരവരുടെ ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അഭി അവന്തികയുടെ അരികിലേക്ക് ചെന്നു. ഇന്ന് എന്തു പറ്റി? മുഖത്തൊരു വാട്ടം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവനെ ഒന്ന് തറപ്പിച്ചു നോക്കിയതിനു ശേഷം അവൾ മുന്നോട്ട് നീങ്ങി. അഭി അവളെ തടഞ്ഞുകൊണ്ട് മുന്നിൽ കയറി നിന്നിരുന്നു. എന്താടോ ഒന്നും പറയാതെ പോകുന്നേ? താൻ എന്തെങ്കിലും ഒന്ന് പറ. ഞാനെന്ത് പറയാനാ? പറയേണ്ടവരോടൊക്കെ എല്ലാം പറയുന്നുണ്ടല്ലോ, പിന്നെന്താ? അവൾ ചുണ്ടും കൂർപ്പിച്ചു നിന്നു. അഭിക്കൊന്നും മനസ്സിലായിരുന്നില്ല. താൻ എന്താ ഉദ്ദേശിച്ചേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആരോട് പറഞ്ഞെന്നാ? നീ വാണിയോട് സംസാരിക്കുന്ന കാര്യമായിരിക്കും അവൾ ഉദ്ദേശിച്ചത് അല്ലേ അവന്തികെ? അവരുടെ സംസാരം കേട്ടുകൊണ്ട് മനുവും വൈശാഖും ഒപ്പം രേഷ്മയും ആതിരയും വിദ്യയും അവിടേക്കെത്തി. വാണിയോടോ? അവളോട് സംസാരിച്ചാൽ എന്താ കുഴപ്പം? അവളെൻ്റെ... അതെ, അവൾ നിന്റെ ജീവനല്ലേ. അവളോട് സംസാരിക്കുന്നതിൽ അവന്തികയ്ക്ക് എന്താ കുഴപ്പം? മനുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അവന്തിക ഒന്ന് പതറി. ശരിയാ, ഞാൻ എന്തിനാ അവർ മിണ്ടിയതിന് ഇത്ര ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്തിനാ അഭിയോട്ടനോട് അങ്ങനെയൊക്കെ ചോദിച്ചത്? എന്നെപ്പറ്റി എന്ത് കരുതി കാണും? എന്നിങ്ങനെയെല്ലാം അവൾ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. എന്താ അവന്തിക, തനിക്കെന്താ കുഴപ്പം? മനുവിൻ്റെ ചോദ്യം അവളെ സ്വബോധത്തിലെത്തിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. അതും പറഞ്ഞ് അവൾ രേഷ്മയെ കൂട്ടി ക്ലാസ്സിലേക്ക് പോയി. ഡാ, അവൾക്കെന്തു പറ്റി? ഞാൻ വാണിയോട് സംസാരിച്ചതിൽ അവൾക്കെന്താ പ്രശ്നം? അവളെൻ്റെ അനിയത്തിയല്ലേ? അതെ, പക്ഷെ അവളുടെ കണ്ണിൽ അങ്ങനെ അല്ലെങ്കിലോ? വൈശാഖ് ഒരു ചിരിയോടെ പറഞ്ഞു. അതെന്താ? സത്യം പറ, എന്താടാ ഇവിടെ നടക്കുന്നേ? അഭി സംശയത്തോട് ചോദിച്ചു. അവർ നടന്ന കാര്യങ്ങൾ അവനോട് വിശദമായി പറഞ്ഞു കൊടുത്തു. ഡാ തെണ്ടികളെ, നീയൊക്കെ എന്തൊക്കെയായി കാണിച്ചു കൂട്ടിയേ? അവളെ ഞാൻ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അവൾ ഇപ്പോഴാണ് എന്നോട് നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ചു തുടങ്ങിയത്. എല്ലാം കൂടെ കുളമാക്കിയപ്പോൾ സമാധാനമായോ? അഭി ദേഷ്യത്തോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരുന്നു. മോനെ അഭി, ഇനി ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്. നീ വാണിയോട് സംസാരിക്കുന്നതിൽ അവൾക്ക് എന്താ ഇത്ര കുഴപ്പം? നിന്നോട് അവൾ ചോദിക്കുമ്പോൾ അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചിരുന്നോ?
അതിലൊരു കുശും പൊളിഞ്ഞിരിപ്പില്ലേ? മനു ചോദിച്ചതും അഭി ഓരോന്ന് ഓർത്തെടുക്കാൻ തുടങ്ങി. അവൾ വന്നതും താനും വാണിയും സംസാരിക്കുമ്പോൾ അവളുടെ ഭാവവ്യത്യാസങ്ങളും എല്ലാം അവൻ ഓർത്തെടുത്തു. അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി പടർന്നു. ഡാ, അപ്പോൾ അവൾ എന്നെ... അതേ മോനെ, അവളുടെ ഉള്ളിൽ നിന്നോടൊരു ചെറിയ ഇഷ്ടം പൂവണിഞ്ഞിട്ടുണ്ട്. അഭി സന്തോഷം കൊണ്ട് മനുവിനെ വാരിപ്പുണർന്നു. അതേസമയം ക്ലാസ്സിലിരുന്നപ്പോഴും ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും എല്ലാം അവന്തികയുടെ മനസ്സിൽ മനുവിൻ്റെ ചോദ്യമായിരുന്നു. ആ ചോദ്യം അവളെ അലട്ടിക്കൊണ്ടിരുന്നു. ഡീ, നീ എന്ത് ഈ ആലോചിക്കുന്നേ? എത്ര നേരം കൊണ്ട് ആ തോരൻ എടുത്തു തരാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനിവിടെ. നീ ഈ ലോകത്തൊന്നും അല്ലേ? ഒരു ഉരുള ചോറും കൊണ്ട് മറ്റെവിടെയോ നോക്കിയിരിക്കുന്ന അവന്തികയെ തട്ടി വിളിച്ചുകൊണ്ട് രേഷ്മ ചോദിച്ചു. അവന്തിക ഒരു ഞെട്ടലോടെ അവളെ നോക്കി. വാ നിറച്ച് ചോറുമായി അവളെ രൂക്ഷത്തോടെ നോക്കിയിരിക്കുന്ന രേഷ്മയാണ് അവൾ കണ്ടത്. നീ എന്താ ചോദിച്ചേ? നിന്റെ അടുത്തിരിക്കുന്ന ആ ക്യാബേജ് തോരൻ്റെ പാത്രം ഇങ്ങ് എടുക്കാനാ ഞാൻ കുറച്ച് നേരമായിട്ട് പറയുന്നത്. രേഷ്മ പറഞ്ഞതും അവന്തിക തോരൻ നിറച്ചു വെച്ച പാത്രം അവളുടെ കയ്യിലെടുത്ത് കൊടുത്തു. എന്നിട്ട് അവൾ കഴിക്കാൻ തുടങ്ങി. അല്ല, ക്ലാസ്സിലിരുന്നപ്പോഴും നീ ഇതുപോലെ ആലോചിച്ചിരിക്കുമായിരുന്നല്ലോ. എന്താ കാര്യം? എന്നോടും കൂടി പറ. രേഷ്മ ഗൗരവത്തോട് ചോദിച്ചു. അവന്തിക ഒന്നും മിണ്ടാതെ ചെറിയൊരു ഉരുള ചോറെടുത്ത് കഴിച്ചു. ഡി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണെന്ന ഭാവത്തിൽ അവന്തിക രേഷ്മയെ നോക്കിയിരുന്നു. നിനക്ക് അഭിയോട്ടനോട് പ്രേമം തോന്നി തുടങ്ങിയോ? അവന്തികയുടെ കണ്ണുകൾ കൂടുതൽ വിരിഞ്ഞു. അവൾ രേഷ്മയെ മിഴിച്ചു നോക്കിയിരുന്നു. വാണിയും അഭിയേട്ടനും സംസാരിക്കുന്നത് കണ്ടപ്പോൾ മുതൽ നിന്നിൽ എന്തോ മാറ്റമുള്ളതുപോലെ തോന്നി. അതുകൊണ്ട് ചോദിച്ചതാ. എനിക്കൊന്നുമില്ല. ചുമ്മാ നീ ഓരോന്ന് വെറുതെ മെനഞ്ഞു കൂട്ടണ്ട. മര്യാദയ്ക്കിരുന്ന് കഴിക്ക്. രേഷ്മയെ ശകാരിച്ചുകൊണ്ട് അവളും കഴിക്കാനായി തുടങ്ങി. എങ്കിലും അവളുടെ മനസ്സ് രേഷ്മയുടെ ചോദ്യത്തിൽ ഉടക്കിയിരുന്നു. അഭിയേട്ടൻ വാണിയോട് സംസാരിക്കുന്നത് എനിക്കെന്താ ഇഷ്ടപ്പെടാത്തത്? ഇനി ഇവള് പറഞ്ഞതുപോലെ ഞാൻ അഭിയേട്ടനെ... ഇല്ല, അവൾ എന്തോ തമാശയ്ക്ക് ചോദിച്ചതാകും. നീ അതിൻ്റെ പുറകെ പോകണ്ട അവന്തിക. എന്നിങ്ങനെയെല്ലാം അവൾ തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു.